ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ആഴ്ച നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ എങ്ങനെയുണ്ടായിരുന്നു? ആദ്യം അതൊന്ന് വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ആഴ്ച സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു ആഴ്ച സ്റ്റാർട്ടിങ്ങിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മൊത്തത്തിലാകെ തിരക്കായിട്ടോ. വീട്ടിൽ കുറേ കാര്യങ്ങളും അതോടൊപ്പം തന്നെ പുറത്തോട്ട് പോകേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് എൻ്റെ റുട്ടീനൊന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെ ഓർഡർ എല്ലാം തന്നെ മാറിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനും എനിക്കൊരു മോട്ടിവേഷനേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ പുറത്തോട്ട് പോയപ്പോൾ ഒരു കുട്ടി നോക്കി എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ചിരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി വീഡിയോ കാണുന്ന ആരെങ്കിലും ആയിരിക്കും, എനിക്കങ്ങനെ പരിചയമില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, ചേച്ചിയുടെ വീഡിയോസൊക്കെ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്, അപ്പോൾ വീഡിയോസ് കണ്ടിന്യൂസ് പോസ്റ്റ് ചെയ്തോളൂ, അങ്ങനെ സ്കിപ്പ് ചെയ്യരുത് എന്നൊക്കെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എൻ്റെ വീഡിയോസിലൂടെ ഞാൻ സംസാരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ കിട്ടുകയെന്ന് വെച്ചാൽ അത് ഇതിൽ പരം ഭാഗ്യം എനിക്ക് പറയാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ച സ്റ്റാർട്ട് ചെയ്യാനുള്ള എനർജി ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി പറഞ്ഞ ആ ഒരു വേർഡ്സും ആ കുട്ടി ചിരിച്ചതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവൃത്തികൾ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് തോന്നില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ആ അപ്രീസിയേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആ വേർഡ്സ് അത് പലരുടെയും ലൈഫ് മാറ്റിമറിക്കും. അല്ലെങ്കിൽ ആ ഒരു ആഴ്ച തന്നെ എൻ്റെ കണ്ടില്ലേ, ആ കുട്ടിയുടെ ആ വേർഡ്സ് കാരണം എനിക്ക് ഇത്രയും സന്തോഷം ഇപ്പോൾ തോന്നുന്നത്. അങ്ങനെ ഈ ഒരാഴ്ച സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. സെൽഫ് കെയർ എന്ന് ഞാൻ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, എന്നെ ശ്രദ്ധിക്കാനൊന്നും എനിക്ക് ഒരു നേരം ഉണ്ടായിരുന്നില്ല, അത്രയും ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ തലമുടിയുമ്പോൾ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്തു, കുറച്ച് താളിയൊക്കെ വെച്ചിട്ട് അതൊക്കെ അപ്ലൈ ചെയ്തു, കണ്ണ് തടത്തിലൊരു ഐ മാസ്ക് ഒക്കെ വെച്ചു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ ഒരു സന്തോഷം എനിക്ക് തന്നെ. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ചെയ്യുന്നത് എൻ്റെ പ്ലാനർ എടുത്തിട്ട് അതിൽ എഴുതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീക്കിൽ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലാനർ ഞാൻ ചെയ്യുമ്പോൾ ഇനി മുതൽ ഇങ്ങനെ ജസ്റ്റ് ഷെയർ ചെയ്യാം എന്താണ് ചെയ്തതെന്ന്. അപ്പോൾ അതേ നമ്മൾ ഹാബിറ്റ് ട്രാക്കറിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തു. പിന്നെ അതേ മൂഡ് ട്രാക്കർ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വീക്ക് എന്ന് മാർക്ക് ചെയ്യാനുള്ളൊരു പേജാണല്ലേ. അപ്പോൾ അതിലോരോ കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതേ ഞാൻ ഓരോ കളേഴ്സ് എൻ്റെ മൈൻഡിലെ ഫീലിങ്സ് അനുസരിച്ചൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഈ ആഴ്ചയിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആഴ്ച സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വീഡിയോസിൻ്റെ പ്ലാനും അതൊക്കെ നടന്നൊന്നുമില്ല കുറേയൊന്നും. അപ്പോൾ അതൊക്കെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ആഴ്ചയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതാൻ പോവാണ്. എഴുതുന്നുണ്ട്, നടക്കുമെന്ന് ഉറപ്പൊന്നുമില്ല, എന്നാലും നമ്മളെല്ലാം എഴുതി വെക്കുകയാണ്. മക്കളുടെ എക്സാമുകൾ വരുന്നുണ്ട്, അങ്ങനെ കലോത്സവത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എഴുതാനുണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു ഡയറിയിൽ എഴുതി വെക്കുകയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഡീപ്പ് ക്ലീനിങ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഒരു റൂം ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് ഇങ്ങനെ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മാസം നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ആഴ്ചയിൽ ആദ്യത്തെ റൂം നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ആഴ്ചയിൽ ഇപ്പോൾ ലിവിങ് ഏരിയ മാത്രമേ ക്ലീൻ ചെയ്യണുള്ളൂ, കാരണം എനിക്കിവിടെ കുറച്ച് എക്സ്ട്രാ പണി ചെയ്യാനുണ്ട്. അപ്പോൾ ഡൈനിങ് ഏരിയ കൂടി ക്ലീൻ ചെയ്യാൻ ടൈമില്ല. സാധാരണ ഞാൻ ലിവിങ് റൂം ക്ലീൻ ചെയ്യുമ്പോൾ മാറലൊക്കെ തട്ടിക്കളയാൻ അവിടെയുള്ള ഐറ്റംസൊക്കെ പൊടി തുടക്കി അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. ഇന്ന് എക്സ്ട്രാ ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം, പ്രെയർ ഏരിയ ഉണ്ടല്ലോ, അവിടെ ഒന്ന് എടുത്ത് ഫുള്ളായിട്ടൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഹൈറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അവിടെ രൂപങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ടൈമുള്ള ദിവസം സമയം എടുത്തിട്ടാണ് അത് മുഴുവൻ പുറത്തോട്ട് എടുത്ത് എല്ലാതും പുറത്തോട്ട് എടുത്തിട്ടൊക്കെ ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ആ ഒരു ടൈം കുറച്ച് എക്സ്ട്രാ വേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഡൈനിങ് ഏരിയയുടെ കാര്യം സ്കിപ്പ് അടിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ക്ലീനിങ്ങും കാര്യമൊക്കെ ചെയ്യാട്ടോ, എല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്യാൻ നോക്കാതെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഫുള്ളായിട്ടും പൊടി തുടച്ചൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പഴയ വീടായതുകൊണ്ട് തന്നെ പഴയ രീതിയിലുള്ള രൂപക്കൂടാണ് നമ്മുടെ, അതായത് പണ്ടത്തെ വീടുകളിലൊക്കെ മുകളിലായിരിക്കും ഇങ്ങനെ രൂപക്കൂട്, ഭയങ്കര ഹൈറ്റിലായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ കുറേയും കൂടി നമ്മുടെ ഐ ലെവലിന്, നമ്മുടെ കണ്ണിന് ഇങ്ങനെ കാണാൻ പറ്റുന്ന അത്രയും സ്ട്രെയിറ്റ് ആയിട്ടാണ് രൂപക്കൂടും അതൊക്കെ വെക്കുന്നത്. അപ്പോൾ ക്ലീനിങ്ങും ഒക്കെ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഇത് മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും രൂപങ്ങൾ എടുക്കാനോ ക്ലീൻ ചെയ്യാനോ, അതോടൊപ്പം തന്നെ രൂപക്കൂട് എനിക്കാണെങ്കിൽ മൊത്തത്തിൽ ഏറ്റവും ടോപ്പിലേക്ക് വരെ എത്തില്ല, കാരണം കോണിയും കൂടി വെക്കണം. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന ഹൈറ്റ് വരെ ഇപ്പോൾ ക്ലീൻ ചെയ്യാണ്. ബാക്കി ചേട്ടനോട് പറഞ്ഞിട്ട് കോണി വെച്ച് കയറി നിന്നാലാണ് ഏറ്റവും ടോപ്പിലേക്ക് അടക്കം വൃത്തിയാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം തന്നെ രൂപക്കൂട് ഫുള്ളായിട്ടും പൊടി തുടച്ചു. അതിന് ശേഷം ഞാനിനി രൂപങ്ങളെല്ലാം തന്നെ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്, അതെല്ലാം പൊടി തുടക്കുകയാണ്. അപ്പോൾ ഇതിലെ ഐറ്റംസൊക്കെ നമ്മൾ പരമാവധി എവിടെയായാലും കുറച്ച് വെക്കുകയാണെങ്കിൽ അത്രത്തോളം പൊടിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, ക്ലീനിങ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പഴയൊരു വീടായതുകൊണ്ട് തന്നെ പഴയ വീടുകളിലൊക്കെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് പെട്ടെന്ന് അതെല്ലാം എടുത്ത് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാനായിട്ട് പറ്റില്ല. പ്രായമായവർക്കായാലും ഐറ്റംസൊക്കെ വേണം, ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്, നമ്മുടെ പോലെയല്ല ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഐറ്റംസൊക്കെ മാറ്റുമ്പോൾ ഒരു വിഷമം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാതും എസ്തെറ്റിക്കും ഭംഗിയും മാത്രം നോക്കി പല കാര്യങ്ങളും മാറ്റുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ചിലവർ എന്നോട് പല സജഷൻസ് പറയാറുണ്ട്, ഇങ്ങനെ വെച്ചുകൂടെ, അങ്ങനെ വെച്ചുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ. പക്ഷേ പല കാര്യങ്ങളും എനിക്കത് എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോക്കുന്നത് പുറത്തുള്ള ആളുകളുടെ സജഷൻ അല്ലല്ലോ നോക്കേണ്ടത്, വീട്ടിൽ താമസിക്കുന്നവരുടെ
അഭിപ്രായങ്ങളും അവർക്ക് എങ്ങനെയുണ്ട് കംഫർട്ടാണോ അതോടൊപ്പം നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം മറ്റുള്ളവരെ മാത്രമല്ല നമ്മുടെയും കൂടി പ്രിഫറൻസ് മൊത്തത്തിൽ അങ്ങനത്തെ രീതിയിലാണ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റൈലിലായിരിക്കില്ല നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെയാണ് ആ ഒരു വീട്, അത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാത്ര തന്നെ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ നിന്നും എടുക്കാനുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയാ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിനി അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് പൊടി തട്ടാനുള്ളതൊക്കെ തട്ടി TV സ്റ്റാൻഡും ജനാലകളും അതൊക്കെ പൊടി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും കറക്റ്റായിട്ട് ചെയ്യാനില്ല, അത്രയധികം പൊടി ഉണ്ടാവില്ല. അല്ല നമ്മൾ കുറേ പെൻഡിങ് വെക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് വൃത്തികേടാവുക. അത് വിചാരിച്ചിട്ട് എല്ലാ ആഴ്ചയും വൃത്തിയാക്കിക്കൊണ്ടിരിക്കണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് നേരം എനിക്കില്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ എല്ലാ മാസവും ഒരു ദിവസം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. ഇത് നല്ലൊരു മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയത്, ആഴ്ചയിൽ ഒരു ദിവസത്തെ ക്ലീനിങ്. അങ്ങനെ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ എനിക്ക് കുറേ ബോറടിച്ച് തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ സാധാരണ പാട്ട് കേട്ടിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് പാട്ട് കേട്ടിട്ടും എന്തോ വലിയൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സിനിമ വയ്ക്കാമെന്ന്. സിനിമ വയ്ക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ സിനിമയിലെ സീനുകളൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് നോക്കിയിട്ട് കിട്ടുക, കുറച്ച് ഒരു ഡിസ്ട്രാക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാലും എനിക്കെന്തോ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ വെക്കുകയുള്ളൂ, പുതിയതൊന്നല്ല. അപ്പോൾ അത് നമുക്ക് പരിചയം ഉണ്ടല്ലോ, നമുക്കറിയാം, നമുക്ക് ആ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ സീൻ എന്തായിരിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സിനിമ വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഈ ലിവിങ് റൂമിൽ നിൽക്കണ ആരനാട്ടോ TV വെച്ചിട്ട് ഞാൻ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റും ആയി, ബോറടിയും ഇല്ല, നമ്മുടെ പണി നടക്കും. അപ്പോൾ ഞാൻ ബോംബെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മൂവി. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പണികളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണി ഇടയ്ക്കൊക്കെ സ്റ്റോപ്പ് ആവുന്നുണ്ട്, കുറച്ച് സമയം അധികവും പോയി, കാരണം സിനിമ നോക്കി നിന്ന് നേരം പോയി. എന്നാലും ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഞാൻ റൂമെല്ലാം ഫുൾ അടിച്ച് ഒക്കെ തുടച്ചൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോഫയും ഇതൊക്കെ ഞാൻ നീക്കാറില്ല കേട്ടോ, TVയുടെ സ്റ്റാൻഡ് അതൊന്നും നീക്കാറില്ല, അതൊക്കെ ഭയങ്കര വെയിറ്റാണ്, അപ്പോൾ അതൊന്നും നീക്കാറൊന്നുമില്ല. ബാക്കിയെല്ലാം നീക്കിയൊക്കെ തുടച്ചെല്ലാം കംപ്ലീറ്റ് ചെയ്തോടുകൂടി ആശ്വാസം. നമ്മുടെ ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ് പണികളും കഴിഞ്ഞു, സിനിമയും ഞാൻ കണ്ട് കംപ്ലീറ്റ് ആക്കി, അപ്പോൾ അതും ഒരു സന്തോഷം. അങ്ങനെ ആ പണികളെല്ലാം കഴിഞ്ഞ് ഫ്രഷായി വന്ന ശേഷം ഞാൻ വിചാരിച്ചു എൻ്റെ ബെഡ്ഷീറ്റ് മാറ്റാം. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കണേ. കാരണം എല്ലാ ആഴ്ചയും നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട്, എൻ്റെ റൂമിലെയും മക്കളുടെ റൂമിലെയും അപ്പച്ചനമ്മച്ച റൂമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അവരവർ ചെയ്തോളും, ഞാൻ എൻ്റെ റൂമിൽ മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഷീറ്റൊക്കെ മാറ്റിയപ്പോൾ നല്ല ഫ്രഷ് ഫീലാണ്. ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ടാണ് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സന്തോഷമല്ലേ, ഇത്രത്തോളം പണികൾ ചെയ്തിട്ട് എൻ്റെ റൂമിൽ വന്നിങ്ങനെ കാല് നിർത്തി അവിടെ ഇരിക്കുന്ന ആ ഒരു ഇതാണ് എനിക്ക് ഏറ്റവും ഈ റൂമിൽ എന്താ പറയുക, ഏറ്റവും എനിക്ക് വീട്ടിലിഷ്ടമുള്ള റൂം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയാം. എല്ലാ പണിയും കഴിഞ്ഞ് ബെഡും വന്നിങ്ങനെ ഇരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ ചെയ്യാറുള്ളത് സാധാരണ നമ്മുടെ വീട്ടിലെ ഗ്രോസറി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടോ, അതുപോലെ ഗ്രോസറി മേടിക്കാനുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഈ ആഴ്ചയ്ക്ക് കുറവായതുകൊണ്ട് വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 ആഴ്ചക്കുള്ള പച്ചക്കറികളൊക്കെ മേടിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, പുറത്ത് പോയി സാധനങ്ങൾ കുറച്ച് അധികമായിട്ടൊക്കെ മേടിച്ചിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിക്കുന്ന സമയത്ത് കുറച്ച് അധികം മേടിച്ചെല്ലാം നല്ല രീതിക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അത് കേടുകൂടാതെ എനിക്ക് ഉപയോഗിക്കാനും പറ്റാറുണ്ട്. അപ്പോൾ പച്ചക്കറികൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഫ്രിഡ്ജിൽ ചിലർ പറയുന്നു ചീഞ്ഞു പോകുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ചിലർ പറഞ്ഞു ബോക്സിൽ വെച്ചിട്ട് ചില ചീഞ്ഞു പോയി അങ്ങനെയൊക്കെ. അതിൻ്റെ ഒരു പ്രോബ്ലം എനിക്ക് തോന്നിയത് ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പുറത്ത് ഭയങ്കര തണുപ്പാണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ ആയുള്ള സമയങ്ങളാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കുറച്ച് വെക്കണം. അല്ലെങ്കിൽ വെച്ചാൽ പച്ചക്കറികൾ ഐസ് പിടിച്ച് കേടുവന്നു പോകും. അതുപോലെ പുറത്ത് ചൂടാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ കൂട്ടി വെക്കണം, അല്ലെങ്കിൽ ഒരു മീഡിയത്തിലൊക്കെ വെക്കണം. അപ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പച്ചക്കറികൾ സ്വാഭാവികമായിട്ടും കേടുവരും. അപ്പോൾ അത് നമ്മളുടെ ഫ്രിഡ്ജിന്മേൽ സെറ്റിംഗ് ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അത് പഠിച്ച് ചെയ്യുക. അത് ഈസിയാണ്, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ പച്ചക്കറികൾ കേടുകൂടാതിരിക്കും. എനിക്കും പറ്റിയിട്ടുണ്ട് അങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ കേട്ടോ. ഫ്രിഡ്ജിൽ തണുപ്പ് കൂടുമ്പോൾ പച്ചക്കറികൾ വെള്ളം കയറി മാറ്റി പെട്ടെന്ന് കേടുവരും. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബോക്സിലൊക്കെ വെച്ചാലും നല്ല സെറ്റായിട്ട് പച്ചക്കറികൾ കിട്ടും, ഒരു കേടുകൂടാതെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് അധികം മേടിച്ചെല്ലാം ഇങ്ങനെ വെക്കുന്നത്. അങ്ങനെ ഈ ആഴ്ചയുള്ള പച്ചക്കറികളും ഗ്രോസറിയും എല്ലാം സെറ്റാണ്. ഇനി നമ്മുടെ ഫ്രിഡ്ജിലുള്ള പച്ചക്കറികൾ എല്ലാം നോക്കിയിട്ട് എന്തൊക്കെ കറികൾ ഈ ആഴ്ചയിലേക്ക് ഉണ്ടാക്കണമെന്ന് ഞാൻ എഴുതി വെക്കാനായിട്ട് പോവാണ്. മീൽ പ്ലാൻ ചെയ്യാൻ പോവാണ്. ഇതിനായിട്ടൊരു പേപ്പറിൽ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ ഇതിനായിട്ട് ഞാനതേ ദിവസവും തീയതിയും അതോടൊപ്പം തന്നെ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും എന്തൊക്കെ ഉണ്ടാക്കണം എന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുകയാണ് കേട്ടോ, ഡിന്നറിൻ്റെ ഒക്കെ. അപ്പോൾ ഈ ആഴ്ചയിലെ റെസിപ്പീസ് എഴുതുമ്പോൾ കുറച്ചായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, പരമാവധി ഓയിലുള്ള വല്ലാത്ത പരിപാടികളൊന്നും ചെയ്യുന്നില്ല. കാരണം വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വില കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറികൾ പരമാവധി ഓയിൽ കുറച്ചുണ്ടാക്കുന്നു. ഫ്രൈഡ് ഐറ്റംസ് മൊത്തത്തിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രൈഡ് ഐറ്റംസ് വില നമുക്ക് കുറയുന്ന സമയത്ത് ആവശ്യത്തിന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ചുകൊണ്ടുള്ള ഒരു മീൽ പ്ലാനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ
നിങ്ങളുടെ മീൽ പ്ലാൻ നിങ്ങളുടെ വീട്ടിലെല്ലാവരും പ്രിഫറൻസ് അനുസരിച്ച് എഴുതാട്ടെ. ഞാൻ കുറച്ച് എക്സാമ്പിൾ തരുന്നു എന്ന് മാത്രം. പിന്നെ മീനൊന്നും ചിലവരിപ്പോൾ മേടിക്കുന്നുണ്ടാവില്ല, ചിലർ മേടിക്കുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ആ കറികളൊക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ആഴ്ചത്തെ എൻ്റെ മീൽ പ്ലാൻ ഏകദേശം എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. ഒരുവിധം എനിക്കിത് കറക്റ്റ് ചെയ്ത് ഫോളോ ചെയ്യാൻ പറ്റാറുണ്ട്. ചില സമയത്ത് എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വന്നാൽ മാത്രമാണ് ഇതിൽ മാറ്റങ്ങൾ വരാറ്. അല്ലെങ്കിൽ ഒരുവിധം കറക്റ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഈ ആഴ്ചയിലെ മീൽ പ്ലാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിങ്ങളിത് എപ്പോഴെപ്പോഴും കണ്ട് പരിചയമായിട്ടുണ്ടാവും. മീൽ പ്രപ്പ്, അതായത് ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നാക്കി വെക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് കുറച്ച് അധികമൊക്കെ നന്നാക്കുമ്പോൾ ചിലപ്പോൾ അത് ഒരാഴ്ചയല്ല അടുത്ത ആഴ്ചയിലേക്കും കൂടി ഓടും, കുറച്ചും കൂടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. കാരണം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഓരോ കറികളനുസരിച്ചല്ലേ എടുക്കുക. ചില ആഴ്ചയിൽ കഴിഞ്ഞു പോകാറുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും വാങ്ങുമ്പോൾ ഞാൻ എപ്പോഴും വലുത് നോക്കിയിട്ട് തന്നെ വാങ്ങാൻ എടുക്കും കേട്ടോ. കാരണം എനിക്ക് നന്നാക്കാൻ അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് പരമാവധി വലുതാണെങ്കിൽ എത്രയും വേഗം പണികൾ കഴിയും. അപ്പോൾ അതുകൊണ്ട് അത് വേഗം നന്നാക്കി നമ്മളിങ്ങനെ പാത്രങ്ങളിലാക്കി വെക്കലാണ് പതിവ്. പിന്നെ ഞാൻ 2 നാളികേരം ചിരവിയിട്ട് അതും കൂടി ബോക്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ 2 ചിരണ്ടി വെച്ചാൽ പിന്നെ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ അടുത്തത് 2 വേണം. നാളികേരം കുറവായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കറികളും നാളികേരം ചേർത്തിട്ടുള്ളതല്ല, മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾ വീഡിയോസിൽ ഇങ്ങനെ റെസിപ്പീസ് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അതും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൽ പ്രപ്പിൻ്റെ പരിപാടികൾ കംപ്ലീറ്റ് ആയി. അങ്ങനെ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്ത ശേഷം ഞാൻ പിന്നെ എൻ്റെ മക്കളുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു. കാരണം അവരും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസിയാണ്, ഞാനും തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് മുടക്ക് കിട്ടുന്ന ദിവസമാണ് എനിക്ക് അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റുക. അവരുടെ കൂടെ ഇരിക്കുമ്പോഴാണ്, കൊച്ചു കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡ് ഭയങ്കര ഫ്രഷ് ആവും കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ അവർ കളിക്കാൻ എടുക്കുന്ന ഐറ്റംസൊക്കെ എടുത്ത് ഞാനിങ്ങനെ നോക്കും. അപ്പോൾ അവർക്കും തിരക്കായതുകൊണ്ട് തന്നെ അവർക്കും കളിക്കാനൊന്നും നേരമില്ല. വന്നു കഴിഞ്ഞാൽ കുറേ പഠിക്കാനുണ്ടായിരിക്കും. പിന്നെ കുറച്ച് നേരം TV കണ്ടിരിക്കും. അപ്പോഴേക്കും പിന്നെ അടുത്ത ദിവസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ്സുള്ള ദിവസം ഒന്നും പറയണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് അവരോട് സംസാരിച്ച് കളിച്ചൊക്കെ ഇരിക്കുമ്പോൾ എനിക്കും എൻ്റെ മൈൻഡ് നല്ല ഫ്രഷ് ആവും. അപ്പോൾ അങ്ങനെ ഫാമിലിയുടെ കൂടെ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു വീക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫുൾ എനർജി നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ആഴ്ച നല്ല സെറ്റാക്കി എടുക്കണം. എന്നിട്ട് എന്നോട് അടുത്ത വീഡിയോയിൽ പറയണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.